നീണ്ട 17 വർഷമായി ഉമ്മ അവനെ കാത്തിരിക്കുന്നു. പരപ്പനാര അഗ്രഹാര ജയിലിലാണ് സക്കരിയ ഉള്ളത്. ഉമ്മാക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ആ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഉമ്മ കുറേ കാലമായിട്ട് അവന് വേണ്ടി കാത്തിരിക്കുന്നു. പരപ്പനങ്ങാടിക്കാരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവന് ജയിൽ മോചിതനായി എന്ന നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം കോടതി അവൻ്റെ ജാമ്യാപേക്ഷ നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും തിരിച്ചു വരും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അവന് വേണ്ടി കാത്തിരിപ്പാണ് പരപ്പനങ്ങാടി മൊത്തം. എന്താണ് ഇപ്പൊ കോടതി മാറിയിട്ടുണ്ട്, വീണ്ടും കുറെ നടപടിക്രമങ്ങളിലേക്ക് വരുമോ? കോടതി വക്കീലന്മാരൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേസിൻ്റെ സിറ്റുവേഷന് ജഡ്ജി മാറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജഡ്ജിനെ വക്കീലിനെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇത് പറഞ്ഞത്. അതിന് സോൾഡാറ്റി ഇടപെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അടുത്തെന്തോ സാമ്പത്തികമായിട്ട് ആവശ്യം വക്കീലിനെ മാറ്റാൻ ആവശ്യങ്ങളൊക്കെ വന്നിട്ട് സോൾഡാറ്റി മുഖേനയാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. പരപ്പനങ്ങാടിയിലെ സക്കരിയയുടെ ജാമ്യാപേക്ഷ നിലവിൽ തള്ളിയൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ച് വീണ്ടും ജാമ്യം കിട്ടി വരുന്നതിന് തന്നെ ഏകദേശം 5-8 മാസങ്ങളോടെടുക്കും. അപ്പോൾ ഇനിയും വലിയ പ്രയാസത്തിലാണ്. നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഉമ്മ ചോദിക്കുന്നത് നമ്മളോട് ഒരേ ഒരു ചോദ്യമാണ്, എൻ്റെ മോൻ്റെ വല്ല വിവരമുണ്ടോ, മോന് വരുമോ എന്നുള്ളതാണ്. ആ ഉമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ നമുക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. എന്നിരുന്നാലും സക്കരിയക്ക് വേണ്ടിയുള്ള ഒരു അവൻ്റെ മോചനത്തിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പരപ്പനങ്ങാടിക്കാരായാലും മറ്റു സംഘടനകളായാലും ഈ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സക്കരിയ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. ഏതായാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് സക്കരിയയുടെ മോചനം.